ഭൂമിയിലും ജീവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ നമുക്ക് ഭാഗ്യം കിട്ടി. വിശുദ്ധ ദീൻ ഇസ്ലാമിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ സാധ്യതയുണ്ട്. മമ്പുറത്തെ തങ്ങളെ കാക്കടേ എന്ന് വിളിക്കുന്നത് ശിർക്കല്ലേ? നാഗൂർക്ക് പോകുന്ന ശിർക്കല്ലേ? അത് ഖബർ പൂജല്ലേ എന്ന് പറയുന്ന പുത്തനാശയങ്ങൾ രൂപാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. പ്രസ്ഥാനങ്ങള് വിശുദ്ധ ദീൻ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായിട്ടുള്ള പല ആശയക്കുഴപ്പങ്ങളും ദീൻ ഇസ്ലാമിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. 1400 കൊല്ലം റസൂൽ ഉമ്മങ്ങളോട് പറയാൻ. അതുകൊണ്ട് എന്റെ കൊന്നുകുട്ടികളെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എന്റെ ചര്യയില്ലേ, എന്റെ സ്വഹാബത്തിന്റെ ചര്യയില്ലേ, അത് നിങ്ങൾ മുറുക്കി പിടിച്ചോളൂ. ഇതാണ് സമസ്ത വിഭാവനം ചെയ്യുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ആ സത്യപാന്താവിന്റെ ശ്രേണിയില്ലേ. മുത്തുനബി കർക്കശായിട്ട് പറയാണ്, വിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ഉള്ളില് എന്തെങ്കിലും പുത്തൻ ആശയങ്ങൾ രൂപാന്തരപ്പെടുമ്പോ അന്നത്തെ മൂല്യന്മാര്, അന്നത്തെ പണ്ഡിതന്മാര് മുണ്ടാതെങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെയും മലായികത്തിന്റെ സജ്ജനങ്ങൾ ശാപം മനസ്സിലാക്കണം. ശാപം അവരെ പേര് ഉണ്ടാവട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ കർശനമായി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് മഹാനായ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ, മഹാന്മാരായ അള്ളാന്റെ ആരിഫീങ്ങളായിട്ടുള്ള ഔലിയാക്കന്മാരായ പണ്ഡിതന്മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പുത്തനാശയങ്ങളെ രൂപം കൊണ്ടിട്ടുണ്ട്. അതിനെ തടയിടാന് റസൂലുള്ളാഹിന്റെ ആ ചര്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സമസ്ത കേരള ജംഇയത്തുൽ ഉലമാ എന്ന ആദർശ പണ്ഡിത പ്രസ്ഥാനം രൂപം കൊള്ളിച്ചത്. അത് ഹക്കായ പാതയാണ്. ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് മഹാനവാൻ ദ്വാർന്നതാണ്. പടച്ചോനെ, ഇതിന്റെ പതാക മഹാനായ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എത്തിക്കണേ എന്ന് അള്ളാന്റെ ഔലിയാക്കന്മാരെ ദ്വാർന്നതാണ്. നമ്മളെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് അവിടെ തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമസ്തയെ സ്നേഹിക്കുക. സമസ്ത വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള പോഷക സംവിധാനങ്ങളില് നമ്മുടെ മദ്രസ SKSBന്റെ സുന്നി ബാലവേദി മദ്രസ തന്നെ തുടങ്ങുന്നുണ്ട്. സംഘടനാ ബോധം. ഉപ്പയോട് എങ്ങനെ പെരുമാറണം, ഉമ്മയോട് ഏത് രൂപത്തിൽ നല്ല രൂപത്തിൽ സഹവർത്തിക്കണം, ഏട്ടനോട് എങ്ങനെ പെരുമാറണം, പെങ്ങളോട് എങ്ങനെ പെരുമാറണം, അനുജനോട് എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്നതായിട്ടുള്ള സംഘടനാ ബോധം മദ്രസ തുടങ്ങുന്നുണ്ട്. അല്ലാതെ കൊടിയും പിടിച്ച് ചിന്താ പൊളിക്കാനല്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഇത് ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഉഖ്റവിയായ സംവിധാനമാണ്. ഇത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിക്കൊണ്ട് സംവിധാനിച്ച ഒരു സംഘടനാ സംവിധാനമാണ്. അതുകൊണ്ട് കുട്ടികളെ ബോധത്തിൽ വളർത്തണം. ഇല്ലെങ്കിലോ റമദാൻ മാസത്തെ നോമ്പ് വെൽക്കാന് നിന്റെ കുട്ടിനെ കിട്ടൂല. ഖദീജ, എന്റെ കുട്ടിയല്ലേ നോമ്പിലതാക്കണോ? രാമേട്ടന്റെ വോട്ടിൽ ചോറ് തിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടല്ലോ. അത് കേൾക്കേണ്ടി വരും. മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതല്ലേ വിശ്വസിക്കുന്നത്? ഖബറുണ്ട് നമുക്ക്, ആഖിറമുണ്ട് നമുക്ക്. മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, പടച്ചോൻ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആർക്കുന്ന കുഞ്ഞു മക്കളല്ലേ നമുക്ക് വേണ്ടത്. നാളെ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മളെ കുട്ടികൾ നേതൃത്വം കൊടുക്കണം. ആദ്യത്തെ ഒരു പിടി മണ്ണ് വാരി നമ്മളെ ഖബറിലേക്ക് ഇടുന്നത് നമ്മളെ കുഞ്ഞു മക്കളായിരിക്കണം. അതിനാഗ്രഹമില്ലാതെ ഏത് ഉമ്മയുള്ളത്? ഉമ്മ പെറ്റ മക്കള് എത്ര നൊന്നിട്ടുണ്ട് നിങ്ങള്? തൊന്നുപിടിച്ചില്ല, ഞരമ്പ് പൊട്ടിയിട്ടല്ലേ നിങ്ങള് കുട്ടിക്ക് ജന്മം കൊടുത്തത്. ഇനി പേറല്ല കീറാണെങ്കിൽ പോലും അതിന്റെ ദുരിതവും ദുരന്തവും നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. ഊരവേദന, കാലിന്റെ മസിലിന്റെ വേദന നോക്കി നിങ്ങള്. ആ കുട്ടികള് പ്രസവിച്ചിട്ട് നാളെ ഖബർ കിടക്കുമ്പോ കുട്ടികളെ തമ്മാടി ആയാലോ? അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ മതബോധത്തോടു കൂടെ തന്നെ വളർത്തണം.